വാ ചേച്ചി ഇരിക്ക. പക്ഷേ ഇതാരാ? അത് ഞാൻ നിരഞ്ജൻ, വിക്രമിന്റെ സുഹൃത്താ. കുട്ടിക്കാലം തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞവരാ. ഞാനും വിക്രമും ഒരേ പാത്രത്തിൽ ഉണ്ട്, ഒരേ പായിൽ ഉറങ്ങി, ഒരേ മനസ്സോടെ പണിയെടുത്ത് ഒരുമിച്ച് വളർന്നവരാ. ഒരർത്ഥത്തിൽ പറഞ്ഞ അങ്ങനെ രണ്ട് ശരീരവും ഒരു മനസ്സുമായിട്ട് കഴിഞ്ഞവരാ. വിക്രമിന്റെ എല്ലാ കാര്യങ്ങളും എന്റെ കാര്യങ്ങൾ പോലെ തന്നെയാ. ഇതാരൊക്കെ? ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തവരാണല്ലോ വന്നിരിക്കുന്നത്. അല്ല, വന്ദന ചേച്ചി പോന്നു. വന്നതേയുള്ളൂ. വന്ദന, നല്ല പേര്. എടാ, നിന്റെ ഭാര്യയ്ക്ക് തീരെ മര്യാദ ഇല്ല കേട്ടോ. ഞാൻ ആരാണെന്ന് ഞാൻ തന്നെ പരിചയപ്പെടുത്തിയിട്ടും ഇവരാരാണെന്ന് തിരിച്ചെന്നെ പരിചയപ്പെടുത്തിയില്ല. അതിനെന്താ, ഞാൻ നിന്നെ പരിചയപ്പെടുത്താലോ. ഇത് വന്ദന ചേച്ചി, വർഷയുടെ സ്വന്തം ചേച്ചിയാ. ഇത് വന്ദന ചേച്ചിയുടെ മോള് ദിയ. ഹായ് വന്ദന. സത്യം പറയാലോ, വർഷയേക്കാൾ സുന്ദരിയാണ് വന്ദന. മുഖത്ത് നല്ല തറവാടിത്തത്തിന്റെ ലക്ഷണമുണ്ട്. എന്നുവെച്ച് വർഷ സുന്ദരി അല്ല എന്നല്ല കേട്ടോ. അപ്പൊ എനിക്ക് സൗന്ദര്യമില്ലേ? അയ്യോ, അതുണ്ടല്ലോ. നല്ല ഓമനത്തുള്ള മോള്, ഒരു കുഞ്ഞു റോസാപ്പൂ പോലെ ഉണ്ട്. എവിടെയാ നാട്? അങ്ങനെ നാടും വീടും ഒന്നും ആയിട്ടില്ല ചേച്ചി. ഒറ്റത്തടിയായിട്ട് കറങ്ങി നടക്കുക. ഇവിടെ വന്നാ പിന്നെ കുറച്ചു ദിവസം താമസിച്ചിട്ടേ പോവാറുള്ളൂ. ഏട്ടന്റെ ക്ലോസ് ഫ്രണ്ടാ. ഞാൻ വന്നു കഴിഞ്ഞാ പോവാൻ ഇവൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഇത്രയും ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്തിനെ കിട്ടിയത് മഹാഭാഗ്യമെന്നാ ഇവൻ പറയുന്നത്. അല്ല, ഇപ്പോ ഇങ്ങനെയുള്ള സൗഹൃദങ്ങളൊന്നും ഇല്ലല്ലോ.